ഹായ് കൂട്ടുകാരെ, സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റെഡിയാക്കുന്നത് നല്ലൊരു മാമ്പഴക്കറിയാണേ. ഇപ്പം മാമ്പഴമൊക്കെ ധാരാളമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ ഈ മാമ്പഴം കിട്ടുമ്പോൾ ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. മാമ്പഴക്കറി വെക്കുന്നതിന് ഈ ടൈപ്പിലുള്ള നാട്ടുമാമ്പഴമാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റു മാമ്പഴമാണെങ്കിലും എടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയുള്ള ചെറിയ മാമ്പഴം തന്നെയാണ്. നമ്മളിത് നന്നായിട്ട് കഴുകി വെച്ചതാണ്. ഇനി ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം. ഇങ്ങനെ ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും തോലൊന്ന് കളഞ്ഞെടുക്കാം. നമ്മളിവിടെ മാങ്ങാപ്പഴം എല്ലാം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മാങ്ങാപ്പഴത്തിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ വെച്ചും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പോരാത്തത് ബാക്കി ചേർക്കാം. ഇനി ഈ മാങ്ങാപ്പഴം മുങ്ങിക്കിടക്കാൻ ആവശ്യമായ എത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മാങ്ങാപ്പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാവേ. ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കടുക്, ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാന്താരിമുളകാണ്. പച്ചമുളക് എടുക്കാം, പക്ഷേ കൂടുതലും ടേസ്റ്റ് കാന്താരിയാണല്ലോ എന്നോർത്തുകൊണ്ട് കാന്താരി എടുത്തതാണ്. ചിലരിതിലേക്ക് മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിപ്പം ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മാമ്പഴം ഇവിടെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇത്തിരി കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഒരല്പം മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുവാണേ. ഇതിലേക്കൊരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. ശർക്കര ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ കൈവശം ശർക്കര ഇല്ല, അതുകൊണ്ട് പഞ്ചസാര ചേർക്കുവാണ്. ശർക്കര ഉള്ളവർ ശർക്കര തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് വെട്ടി തിളപ്പിക്കാൻ പാടില്ലേ. ഈ രീതിയിൽ ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. തിള വന്ന് തുടങ്ങുന്ന ആ ഒരു പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വറ്റൽമുളകും കൂടെ ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ആക്കിയതിന് ശേഷം ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് മൂപ്പിക്കാവേ. ഓഫാക്കിയിട്ട് മുളക് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യൂടി ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. ഇത് നിർബന്ധമില്ല, പക്ഷെ നെയ്യും കൂടെ ചേർക്കുമ്പം ഈ മാമ്പഴത്തി കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്.
ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി ഇതൊരു 10-12 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കി ചേർത്താൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴക്കറി റെഡിയായി കേട്ടോ.